അത്ഭുതങ്ങളുടെ ദൈവത്തിന് മഹത്വം. ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് മാലാഖമാർ പാടിയപ്പോൾ കർത്താവേ അതുപോലുള്ള സന്തോഷം. Thank you, Acha. Next we have a beautiful song as Psalm 17, the most melodious offerings to God Almighty. With the most pleasure I invite the vibrant choir of To welcome today's gathering, it's my privilege to invite the Secretary of NMSI Palakkad, Mr. Franklin Johnson. നാഷണൽ മിഷണറി സൊസൈറ്റിയുടെ മൂന്നാമത് കലോൾ സംവിധാന മത്സരം ഒരിക്കൽ കൂടി അവസരം നൽകുന്ന ഈ സഭയുടെ വികാരിക്കും ഈ സഭയിലെ കമ്മിറ്റിക്കും സഭാജനങ്ങൾക്കും ആദ്യമേ തന്നെ നന്ദി അറിയിക്കുകയാണ്. 1995 പ്രവർത്തനം ആരംഭിച്ചത് തുടർന്ന് ഇന്ത്യയിലെ ശ്രീലങ്കയിലെ ദൈവത്തെ അറിയാത്ത ജനങ്ങളെ ക്രിസ്തുവിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. പാലക്കാട് പട്ടണത്തിൽ വീണ്ടും ഒരിക്കൽ കൂടി ഈ പള്ളിയിലെ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുന്നതിന് നമ്മളോട് സഹകരിക്കുന്ന പ്രിയപ്പെട്ട വിനോദൻ അച്ഛനാണ്. വിനോദൻ അച്ഛൻ നിങ്ങൾക്ക് NMSIക്ക് വേണ്ടി നിവേദിക്കുകയും സ്വാഗതം. അടുത്തതായി സ്വാഗതം ചെയ്യുന്നത് ഇന്നത്തെ ഈ മത്സരം ഉദ്ഘാടനം ചെയ്യുന്നതിനായി കടന്നു വന്നിരിക്കുന്ന നിങ്ങൾക്ക് പ്രിയങ്കരനായ പാലക്കാടിലെ യുവാക്കളുമായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ഇടക്കാല തെരഞ്ഞെടുപ്പിൽ ഈ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് നല്ല ഒരു ലീഡറോടുകൂടി എല്ലാവരുടെ വചനങ്ങളെയും പ്രതീക്ഷകളെയും മാറ്റിമറിച്ചുകൊണ്ട് യുവജനങ്ങളുടെ പ്രതീക്ഷയാണ് ഈ സമൂഹത്തിന്റെ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് വിജയിച്ച് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ കടന്നു വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട MLA ആണ്. അദ്ദേഹത്തിന് സ്വന്തം നാട് ഇവിടെ എല്ലായെങ്കിലും വരുന്ന ദിവസങ്ങളിൽ തീർച്ചയായിട്ടും പാലക്കാടിൻ്റെ ഓരോ സ്ഥാപനവും അറിഞ്ഞുകൊണ്ട്
പാലക്കാടിൻ്റെ ഓരോ മേഖലകളിലും വികസനത്തിന് വേണ്ടി നല്ലത് ചെയ്യും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ ക്രൈസ്തവ സമൂഹത്തിന് കാര്യങ്ങൾ ചെയ്യുമെന്ന പ്രതീക്ഷയോടുകൂടി അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ പരിഗണിക്കണം എന്ന അഭ്യർത്ഥനയുടെ പേര് സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഇതിനെ ഉദ്ഘാടനം ചെയ്യുവാനായി സ്വാഗതം ചെയ്യും. അടുത്തതായി സ്വാഗതം ചെയ്യേണ്ടത് ഗവർണർ ഹെൻറി ജവഹർ റിച്ചർ NMSയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം ഈ പദവിയിലെത്തിയിട്ട് ഇത് 3ാമത്തെ വർഷമാണ്. ഇന്ത്യയിൽ പല മേഖലകളിൽ ഒത്തിരി വികസന പ്രവർത്തനങ്ങൾ നടത്തി. രാവിലെ വികസനത്തിന് പറയുകയുണ്ടായി. ഇന്ത്യയുടെ രാഷ്ട്രപതിയുടെ സ്വന്തം ദേശമായ ജാർഖണ്ഡിൽ ഏകദേശം 35 യുവതികൾ അതിനുള്ള ഒരു കോഴ്സ് നടത്തിക്കൊണ്ട് ആ യുവതികളെ രക്ഷിച്ചു എന്നാണ് പറയുന്നത്. ആ നാട്ടിൽ സാധാരണ ഒരു പെൺകുട്ടി വളർന്ന ഒരു ഏജ് എത്തിയാൽ അവിടെ വിൽപ്പന നടത്തുന്ന ഒരു സമ്പ്രദായം, അതിൽ നിന്നും അവരെ രക്ഷിച്ചത് ദൈവത്തെ അറിയുന്ന കുട്ടികളാക്കി ഈ സമൂഹത്തിലെ ഒരു വ്യക്തിയാക്കി ഈ ദേശത്തിന്റെ ഒരു വ്യക്തിയാക്കി മാറ്റുന്ന ഒരു പ്രവർത്തനം. അത് നിസ്സാരമല്ല. ജാർഖണ്ഡ് പോലുള്ള ട്രൈബൽ ഏരിയയിൽ അവർ പ്രവർത്തനം നടത്തുന്നതിന്റെ ബുദ്ധിമുട്ട് കൂടെ നാം മനസ്സിലാക്കും. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് NMS ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് താങ്ങും തണലുമായി ഇപ്പോൾ നിൽക്കുന്നത് സൗത്ത് ഇന്ത്യയിലെ നമ്മെ പോലെ ഒത്തിരി വ്യക്തികളുടെ ഉദാരപൂർവമായ സംഭാവനകൾ, സ്പെഷ്യൽ ക്രിസ്മസ് മെസ്സേജുകൾ എന്നതിലേക്ക് വേണ്ടി ദൈവത്തെ NMS പാലക്കാടിലേക്ക് വേണ്ടി അടുത്തതായി പ്രതിക്ക് ക്ഷണിക്കേണ്ടത് ബഹുമാനപ്പെട്ട PL ഡെലിഗേറ്റ്സാണ്. എന്നാൽ നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് വേണ്ടി ആശംസകൾ അർപ്പിക്കുക. ഫൗണ്ടേഷനും സ്വീകരിച്ച് ഇവിടെ കൃത്യമായി വന്ന ബഹുമാനപ്പെട്ട PL ഡെലിഗേറ്റ്സിനെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യേണ്ടത് ഇന്ന് ഇവിടുത്തെ പ്രാർത്ഥന നടത്തിയ ബഹുമാനപ്പെട്ട CSI സെന്റ് ആൻഡ്രൂസ് ചർച്ച് കോട്ടയിലെ വികാരി റവറൻഡ് ഷിബു എന്ന സത്യനാണ്. അദ്ദേഹം ഈ പ്രോഗ്രാമിൻ്റെ നല്ല ശുഭ സമാപനത്തിന് വേണ്ടി ഒരു ആരംഭ പ്രാർത്ഥന നടത്തിയ അദ്ദേഹത്തെ NMSയുടെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യുന്നത് NMSയുടെ പാലക്കാട് മേഖലയിലെ വികസന പ്രവർത്തനങ്ങളിൽ പ്രമോഷണൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ബഹുമാനപ്പെട്ട ജയമാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. വേദിയിലും സദസ്സുകളുമായി ഉപസ്ഥാപിക്കുന്ന യുവജനമേ, ഇന്ന് നമ്മളൊരു ഉദാസനത്തിന് ഏർപ്പെടുന്നത്
മത്സരം എന്നത് കരോൾ സെയിലിംഗ് കോമ്പറ്റീഷൻ. കരോൾ സെയിലിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? ഏറ്റവും കൂടുതലായ വേദിയിലുള്ള വൈദിക ശ്രേഷ്ഠ, ഏറ്റവും കൂടുതലായ വിശ്വാസം. വളരെ സന്തോഷത്തോടുകൂടി കാണുന്നു ഈ വേദിയിൽ ലോകത്തിലെ ഏറ്റവും അധികം ആളുകൾ ആഘോഷിക്കുന്ന ജന്മദിനമാണ് ക്രിസ്മസ്. ആഘോഷിക്കുന്നത് പറയുമ്പോൾ നമ്മുടെയൊക്കെ ജന്മദിനത്തിന് ആഘോഷങ്ങളുടെ പരിധിയും പരിമിതിയായിരിക്കും. ഇത് ലോകത്തിലെ എല്ലാ മനുഷ്യങ്ങളും തമ്മിൽ സ്നേഹത്തോടെയുള്ള മത്സരബുദ്ധിയിൽ ആഘോഷിക്കുന്ന ജന്മദിനം എന്ന പ്രത്യേകത ക്രിസ്മസ്. ക്രിസ്മസ് നന്നായി ആഘോഷിക്കുന്ന ഒരു പ്രദേശത്ത് നിന്നാണ് ഞാൻ പാലക്കാട് ജനപ്രതിയായി തീരുമാനിക്കുന്നത്. ഞാൻ വ്യക്തിപരമായി എൻ്റെ കുട്ടിക്കാലത്തൊക്കെ നമ്മളൊക്കെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ക്രിസ്മസ് കാരങ്ങൾ കൊടുക്കുന്ന ഒരാളാണ്. പാടുക ചെയ്തിട്ടില്ല. ആളുകൾ പാടുകൾ ചുണ്ടൊക്കെ എന്ന് പറയുന്ന സാഹചര്യത്തെ ചെയ്തിട്ടില്ല. അപ്പൊ ഇതിപ്പോ പാലക്കാട് മത്സരത്തിന്റെ ഭാഗമായി ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു എല്ലാവർക്കും വിജയികളാകാൻ കഴിയില്ല. ശരിയാണ്, എല്ലാവർക്കും മത്സരത്തിൽ വിജയികളാകാൻ കഴിയില്ല. പക്ഷെ പാടാൻ കഴിയുക എന്ന് പറയുന്നത് വിജയിച്ചാണ്. പാടാൻ കഴിയാതെ ഞങ്ങളെപ്പോലുള്ള ആളുകൾ നമ്മൾ വിജയിച്ച് നിൽക്കുന്ന ആളുകൾക്കാണ് പാടാനുള്ള കഴിവ് തന്നെയാണ്. അപ്പോൾ നല്ല ഗംഭീരമായ മത്സരം വളരെ സ്നേഹത്തോടുകൂടിയാണ് ആശംസിക്കുവാനാണ്. ഇവിടെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഓരോ വർഷവും എത്രയോ പുതിയ പുതിയ പാട്ടുകളാണ് നമ്മുടെ കാലത്തെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ തുടങ്ങിക്കൊടുക്കുന്നത്. അതിൽ നിന്ന് ചില പാട്ടുകൾ കാലാതീതമായി എല്ലാ കാലഘട്ടത്തിലും ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഈ മത്സരം പാലക്കാടിൻ്റെ അദ്ദേഹത്തിൻ്റെ തിരക്കുകൾ നമുക്ക് എല്ലാവരും അറിയാം. വർഷാവസാനം വളരെ തിരക്കുള്ള സമയമാണ് അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്. അതുകൊണ്ട് മാത്രം ഈ സമയത്ത് അദ്ദേഹം പ്രദേശമാകും അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ അന്തരിക്കും സ്ഥലമായിട്ടാണ് വിചാരിച്ചത്. പാലക്കാടിലേക്ക് കുട്ടിയോടൊക്കെ നല്ലതായിട്ട് സൈഡ് ജനറൽ സെക്രട്ടറി ആയിട്ട് ഈ നാളിൽ സൂക്ഷിച്ചു ചെയ്യുന്ന ഡോക്ടർ ഹെൻറി ജമ യൂണിവേഴ്സിറ്റി സന്തോഷത്തോടെ സമർപ്പിച്ചു. And respected MLA sir, and promotion doctor, and a very special person, Mr. Franklin, the Parakari secretary, and the judges. We bring greetings from the National Missionary Society of India. I just want to brief today's message because we just want to hear some songs. Before I go to the sermon, I would like to sing a full song from Ram. Can anyone help me to play D minor? D minor, the main, yes, D minor. Gurusami Padeshe Ragmada Deva Madhuri Gurusajita Gurusajita Yanagat Sanjaya
സഭാ കമ്മിറ്റിക്കും ഏറ്റവും അധികം നന്ദിയുള്ളവരായിരിക്കുന്നു. രണ്ടുപേരാണ് വയനാട്ടിൽ വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾക്ക് കുറേ മിഷൻ ഫീൽഡുണ്ട് വയനാട്ടിൽ. ഞങ്ങൾ നാഷണൽ മിഷൻ സൊസൈറ്റി ഓഫ് ഇന്ത്യ NMSയിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾക്ക് മെയിനായിട്ട് ഞങ്ങളുടെ ഫീൽഡ് വന്നിട്ട് ട്രൈബൽ മിഷൻ ഫീൽഡാണ്. അവിടെ എന്ന് വെച്ച് പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ളൊരു അനുഭവമാണ് അവിടെ എത്തിച്ചേർന്നാൽ. ഞങ്ങളെ സ്നേഹിക്കുന്ന കുറേ അമ്മമാരുണ്ട്, കുറേ സഹോദരന്മാരുടെ കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് ട്യൂഷൻ കൊടുക്കുക, അവർക്ക് വേണ്ടതുകൊണ്ട് വചനം പറഞ്ഞു കൊടുക്കുക. ഇപ്പം തന്നെ 3-4 പേരുണ്ട്. അവരെ ദൈവസന്നിധിയിൽ സ്നാനപ്പെടുവാൻ തയ്യാറായിട്ടുണ്ട്. അവിടെ വിദഗ്ധത്തിന് വചനം സംസാരിക്കുക. നമ്മുടെ ജീവിത അനുഭവങ്ങൾ അവരിലേക്ക് പകർന്നു നൽകി നമ്മൾക്ക് എങ്ങനെയാണ് ദൈവത്തിൻ്റെ ദിവ്യ സ്നേഹം നമ്മൾ അനുഭവിച്ചിരുന്നത് ആ സ്നേഹം പകർന്നു നൽകുക മാത്രമാണ് ചെയ്യുന്നത്. പക്ഷേ അവരുടെ നിഷ്കളങ്കമായിട്ടുള്ള സ്നേഹം അത് ഞങ്ങൾ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു സംഭവമാണ്. അപ്പം അതുകൊണ്ട് ഏറ്റവും ഞങ്ങളുടെ ജോലിയിൽ ഏറ്റവും സംതൃപ്തരാണ്. നിങ്ങൾ ഏറ്റവും നന്നായി നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ആവശ്യമുണ്ട്. ഇനിയും അനേകം മക്കൾ ദൈവത്തെ കുറിച്ച് അറിയാറുണ്ട്. പക്ഷെ വളരെയധികം നിഷ്കളങ്കമായിട്ടുള്ള ഒരു ജനസമൂഹങ്ങളാണ്. ഒരു കാപട്യമോ രാഷ്ട്രീയമോ ഒന്നുമില്ലാത്ത വളരെയധികം എന്താ പറയാ ഞങ്ങൾ വിശ്വസിക്കും. അപ്പോൾ അവിടെ വലിയ ദൗത്യങ്ങൾ ചെയ്യാണ്ട് അതിനുവേണ്ട വലിയ മിഷൻ പ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ അറിഞ്ഞ ദൈവസ്നേഹം ആ എല്ലാ മക്കളും അറിയണം. അവിടെ മദ്യപാനത്തിന്റെ ഒരു വല്ലാത്തൊരു പേടിയുണ്ട്. അവിടെ എനിക്ക് മറ്റ് പ്രശ്നമൊക്കെ ഉണ്ട്. എങ്കിൽ കൂടിയും അവരുടെ ഇടയിലേക്ക് പോയി അവരുമായിട്ട് സംസാരിച്ചിരിക്കുമ്പോൾ അവരുടെ വിഷമതകൾ, അവരുടെ സങ്കടങ്ങൾ, അവരുടെ സന്തോഷങ്ങൾ, അവരുടെ ചടങ്ങുകൾ അതിലേക്ക് പങ്കെടുക്കുമ്പോൾ ലഭിക്കുന്ന ഒരു സന്തോഷം ദൈവത്തിന്റെ നാമം അവർക്ക് പകർന്നു നൽകുമ്പോൾ, നമ്മുടെ അനുഭവങ്ങൾ പകർന്നു നൽകുമ്പോൾ അവർക്ക് കാണുന്ന സന്തോഷം കാണുമ്പോൾ അതാണ് ഒരു കളക്ടറി കാണാൻ വലിയൊരു പോസ്റ്റായിട്ടാണ് ഞങ്ങളെ ജോലി. അതായത് ദൈവത്തിന്റെ വേലയെ ഞങ്ങൾ നടത്താറുള്ളത്. നിങ്ങളെല്ലാവരും NMSക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതിൽ അനേകം മിഷണറിമാരുണ്ട്, അനേകം സ്റ്റാഫുകളുണ്ട്. ഇത് എല്ലാവരും ഇതുപോലെ വളരെയധികം കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അവർക്ക് വേണ്ടി മിഷൻ ഫീൽഡുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വയനാട്ടിൽ അത് പ്രത്യേകിച്ചും ഇപ്പോൾ അവിടെ നിങ്ങൾ അറിഞ്ഞാലും ഇവിടെ കിട്ടിയ ഒരു പ്രദേശത്ത് തൊട്ടടുത്താണ്, ആ പഞ്ചായത്തിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. അതിന് തൊട്ടടുത്ത പഞ്ചായത്തിലൊക്കെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. വളരെയധികം എഫക്റ്റഡ് ആയിട്ടുള്ള ഫാമിലീസാണ് വരുന്നവരും. നിങ്ങളെല്ലാവർക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. മിഷൻ ഫീൽഡിനെ പൊട്ടിയ പ്രദേശങ്ങളെ അവിടെ ജനങ്ങളിൽ കുറേ അവസരത്തിൽ ആവാനുണ്ട്. ഇപ്പോഴും അവരാരും വലിയ ആത്മഹത്യ മോചിതരായിട്ടില്ല. വളരെയധികം സങ്കടമുള്ള അനുഭവമാണ് ഇപ്പോഴും. ആ ജനസമൂഹത്തിന് വേണ്ടിയുള്ള നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥനയെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് വലിയ അവസരം നൽകി തന്ന ഞങ്ങളുടെ പാലക്കാട് റോബിൻസൺ ചർച്ചിന് ഏറ്റവും അധികം നന്ദിയുണ്ട്. ഞങ്ങൾ നെടുങ്കണ്ടം CSI ചർച്ചിലാണ് ഞങ്ങളുടെ മാതൃസഭയാണ്. നെടുങ്കണ്ടം CSI ചർച്ചിലാണ് ഞങ്ങളുള്ളത്. ദൈവത്തിന്റെ പരിശുദ്ധ ഈ അവസരം ഒരുക്കി തന്ന സഭയ്ക്കും സഭാഭാരവാഹികൾക്കും ഏറ്റവും നന്ദി അർപ്പിച്ചുകൊണ്ട് ചെറിയ ഈ ഒരു പറഞ്ഞ കാര്യം വളരെ ചെറുതാണെങ്കിലും ഈ മല നിലവിൽ ട്രൈബൽ ഏരിയാസിൽ അല്ലെങ്കിൽ നമ്മുടെ വിഷയങ്ങൾ വർക്ക് ചെയ്ത മേഖലകളെന്ന് പറയുന്നത് വളരെ പ്രശ്നം ബാധിക്കുന്ന പ്രദേശങ്ങൾ അത്തരത്തിലുള്ള പ്രദേശങ്ങളിൽ
ഈ സുവിശേഷ പരിചയം എൻ്റെ മത്സ്യപരിഷ്കരണമായി പ്രവർത്തിക്കുന്ന വ്യക്തികളിൽ മത്സ്യപാലന ഏരിയയിലുള്ള നന്ദി അറിയിക്കുന്നു. Now it's time to honor all the respected dignitaries who have gathered here. I invite our chief guest, who is present today now, and that is our Reverend Henry Chevalier, to kindly give away the memento to the Vicar, Reverend Vinodanacha of Robinson Memorial CSI Church, Parliament. Reverend Henry Chevalier to kindly give me the memento to Reverend Peter Tenyashan, Vicar CSI Church of Hope, Maple. Next, I invite Reverend Shibu and Sachin to kindly have the memento. Reverend Shibu and Sachin, Vicar St. Andrew's Church, Olapur. Next, I invite with respect Reverend Vijish Piliparan to kindly receive the memento. And once again, I invite our dear Bishop, Reverend Henry Chevalier to kindly present. Respect, I invite Dr. Paul Alexander sir to kindly give away the memento to Archbishop Henry Chevalier, General Secretary of NLSI. With a round of applause, we invite Dr. Paul Alexander sir. And sir is presenting to Reverend Henry Chevalier, General Secretary of National Missionary Society of India. It's time to return the memento. So I invite Reverend Henry Chevalier to kindly present the memento to Dr. Paul Alexander. Message. With this, we will conclude the official function of the NLSI Christmas Singing Competition. വർഷത്തിൽ ഒരു മത്സരമായിട്ട് ആലോചിച്ച് ഡേറ്റ് ചേഞ്ച് ചെയ്യുന്ന ചില സാഹചര്യങ്ങൾ കുറച്ച് മത്സരങ്ങളൊക്കെ ലാസ്റ്റായപ്പോൾ നമ്മുടെ ഡേറ്റുകൾ കുറച്ച് മാറേണ്ടി വന്നു. അങ്ങനെയാണ് ഇത് ഈ 21-ാം തീയതി ഡിസംബർ അവസാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇത് നമ്മൾ പ്ലാൻ ചെയ്തൊരു പ്രോഗ്രാം എന്ന നിലയിൽ നമ്മളത് ക്യാൻസൽ ചെയ്യാതെ മുമ്പോട്ട് പോവുകയും അതിൻ്റെ ക്രമീകരണം ചെയ്ത് ഈ 21-ാം തീയതി ദൈവത്തിൻ്റെ സഹായത്താണ് ഇത് ഇതോളം ഭംഗിയായിട്ടിരുന്നതിന് ഇടയായി ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തിന് നന്ദി അടയ്ക്കുകയും ചെയ്യും. നമ്മുടെ കഴിവോ പ്രാപ്തിയൊന്നുമല്ല, ദൈവത്തിൻ്റെ കൃപയാണ് നമ്മൾ വ്യാപരിക്കുന്നതെന്ന് നമുക്ക് ഓർക്കുന്നു. അവസരത്തോടെ സ്തുതിക്കുകയും ദൈവത്തോട് ആദ്യം നന്ദി അടയ്ക്കുകയും ചെയ്യുന്നു. The night is silent, the night is cool, and amidst the calmness and brightness, there lay the humble nature, the King of Kings, the Lord of Lords, the Messiah, the Prince of Peace. The angels heralded
Rejoice, Christ is born. And the Malayalam canon, Yahweh one.
முதல் கிறிஸ்துவ அடக்க ஆராதனை என் மகளுக்கு செய்தோம். பின்பதாக நானும் என் கணவரும் என் வீட்டில் சொல்லிட்டாங்க, நீ கிறிஸ்துவ எழுத்து எல்லாம் போயிட்டுருவோம், உன் பிள்ளை எடுத்துட்டாங்க வச்சுக்க சொல்லி என்னை பிரித்து கொண்டு போயிட்டாங்க. இருந்தாலும் என் கணவர் எனக்கு தேடி வந்து மறுபடியும் நாங்கள் சேர்ந்து ஊழியம் செய்தோம். சூளைக்கு கிருஷ்ணகிரி மாவட்டத்தில் சிஎஸ்ஐ கிளை சபையில் 3 வருடங்கள் கிளை சபையில் ஊழியம் செய்தோம். கடவுளுக்கும் சேமிக்கின்ற ஒரு மகளை கொடுத்தார். ஆண்டவருக்கு நன்றி சொன்னோம். அங்கேருந்து இப்போ இருக்கிற பருவ மலைக்கு ஊழியம் செய்தோம். மார்க்கில் கிடைத்து வந்தோம். தேவன் ஒரு மகளை எடுத்தார். ஆனால் கடவுள் எங்களுக்கு 3 மக்களை கொடுத்தார். தேவனுக்கு மகிமை. என் கணவர் சொன்னார், கடவுள் ஒன்று தான் எடுத்தார், இரட்டத்தனியான ஆசீர்வாதம் அல்ல, 3 தனியான ஆசீர்வாதம் பெற்றுக்கொள்ளும் சொல்லி. பின்பதாக பாருங்க, என் 3 பேரை நான் அழைத்து வந்திருக்கிறேன். பகுல் மலையில் ஒரு சபையை கட்டினோம். மறுபடியும் தேவரங்களில் ஒரு சபையை கட்டினோம். அந்த இடத்துல 36 கிராமங்கள் அதை பார்ப்பதற்காக இருசக்கர வாகனத்தில் என் கணவர் 400 கிலோமீட்டர் வண்டியை ஓட்டிட்டு போகும்போது என் மூத்த மகள் செல்வி, 2ஆம் மகள் ரெமினா ஜாஸ்மின், 3ஆம் மகள் மஹிமா குலோரினா இவங்க பாருங்க. அவங்க நர்சிங் படிச்சுட்டு முடிச்சாங்க. இவங்க 12th, அவங்க 10th இப்போ கரண்டில் போயிட்டு இருக்காங்க. இப்போ சபையை முடிச்சு நேரம் வந்ததுனால நான் அப்படியே சொல்லி கூப்பிட்டு வந்துட்டேன். எனக்கு நேற்றே அழைப்பு இருந்தது. ஆனால் நான் ஐயா எனக்கு சபை இப்போ ஆரம்பிச்சிருக்காரு. 4 குடும்பம் வந்துருக்காங்க. 4 குடும்பத்தை ஒருத்தருக்கு 2 கிட்னி ஃபெயிலியர், ஒருத்தருக்கு தலையில் வந்து டிபி. அந்த அந்த ஆடை நான் தான் மேய்க்கிறேன், என்னால் வர முடியாது. சண்டை சர்வீஸ் முடிச்சுட்டு வரேன்னு சொல்லி 2 மணிக்கு நான் கிளம்புனேன். டிரைவர் நம்பர் பின்னாடி இருக்கிறாங்க. வந்த உடனே உள்ள வந்து எனக்கு சந்தோஷம். இதை பார்த்த உடனே, ஏன்னா சபை இல்லாத எங்களுக்கு தான் தெரியும் சபையை பற்றிக்கிறேன் அருமை. அதெல்லாம் நீங்கள் உட்காந்துருக்கீங்க, அதெல்லாம் நம்ம மண்ணில் உட்காரும். அக்காவுக்கு தெரியும். தம்பி வந்திருக்காரு, அவர் மட்டும்தான் நடக்க முடியும். அவங்க வீட்டில் போனால் நான் முக்கி போட்டு நடந்து தான் அவங்க வீட்டில் போக முடியும். அப்படிப்பட்ட இடத்துல நாங்கள் ஊழியம் போடணும். விசாலமான இடம், அழகான லைட்டு. ஒரு லைட்டு போடுறதுக்கே எங்கள் வீட்டுக்கு அவங்க ஊருக்கு லைட் இல்லை. Word about that model where she comes from. For several decades, அவர் ஆண்டுகளாக கொத்தடிமைகளாக இருக்கின்ற ஒரு இடம். மடம் மீன்ஸ் மடாதிபதிகள், Hindu religious acts were there. And then our missionaries went there. They have fought for their Aadhaar card, ration card எல்லாமே அவங்களுக்கு கிடையாது. Our missionaries went there. They got Aadhaar card, ration card, and then separate houses. And as she told, our மின்சாரத்துக்கு கொடுத்தார். A transformation. This is what Christianity is all about. We are not giving just a religion, but a transformation, particularly for the tribal people. So, if you want to visit them, most welcome. அந்த tribal people, அவங்க ட்ரெஸ்ஸை பற்றி சொன்னாங்க. Just one more word about that. அவங்க 2 ட்ரெஸ் வச்சுருப்பாங்க. எல்லாருமே வெள்ளிக்கிழமையில் தான் குளிப்பாங்க. ஆன் ஃப்ரைடேஸ் டேஸ் கேட்பாங்க எவ்ரிவன். அதோடு அடுத்த வாரம் தான் குளிப்பாங்க. அது வரைக்கும் அந்த ட்ரெஸ்ஸை போட்டுருப்பாங்க. அதே மாதிரி 2 வேளை சோறு தக்காளி உணவு முடிக்கிட்டாங்க. வேலைக்கு போயிட்டு நைட்டு வந்து மறுபடியும் உணவு முடிக்கிட்டாங்க. தே வாண்ட் ஈவன் ஷூர், ஏன்னா மென்னா சீக்கிரம் பசங்க. This is their lifestyle, but God is using our missionaries and you as NMS family to support them. May God bless. ഞാൻ NMSയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് 4ാമത്തെ വർഷത്തിലാണ്. 4 വർഷത്തോളമായി ഞാൻ പ്രവർത്തിക്കുന്നു. 5 വർഷത്തോളമായി. ഞാൻ ഇത് വന്നതിന് ശേഷമാണ് കുറച്ചുകൂടി NMSയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് അറിയുകയും സാധിപ്പിച്ചു. പുറമെ നമ്മൾ ഇങ്ങനെ, പക്ഷേ ഒത്തിരി ഗ്രാമങ്ങളിൽ, ഒരുപാട് ഗ്രാമപ്രദേശങ്ങളിലാണ് ഈ മിഷൻ പ്രവർത്തിക്കുന്നത്. ഞങ്ങളിത് മീറ്റിങ്ങുകളിൽ പോകുമ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നത്. അപ്പോൾ ഓരോ ഗ്രാമങ്ങളിലെയും ആളുകളെ എൻകറേജ് ചെയ്ത് അവരെ തന്നെ യൂട്ടിലൈസ് ചെയ്ത് ആണ്
മിഷണറി പ്രവർത്തനങ്ങൾ ചെയ്യുക. ആ ഗ്രാമങ്ങളിൽ തന്നെയുള്ള ആളുകളെ അവരെ മിഷണറിമാരെ തിരഞ്ഞെടുത്ത് അവരെ എക്വിപ്പ് ചെയ്ത് അവരെ തന്നെ ആ സ്ഥലത്ത് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് NMSയുടെ മാഗസിൻ ഉണ്ട്. അത് കഴിയുന്നവരൊന്ന് വരുത്തി അത് വായിച്ചു നോക്കും. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ടുകൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിയും. അതിൽ എല്ലാ മാസത്തിലും ഉണ്ടാകും ചർച്ചകൾ, പുതിയ ചർച്ചകൾ വരുന്നതും മിഷണറി പ്രവർത്തനങ്ങൾ ചെയ്യുന്നതും ഹോസ്റ്റല് കുട്ടികളുടെ പഠിക്കുന്ന നിർദ്ധരായ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ, പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ഹോസ്റ്റലുകൾ, അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ NMSI ചെയ്യുന്നുണ്ട്. അതിൽ ചെറിയ ഒരു ഭാഗം മാത്രമേ പറഞ്ഞുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്ന ഞാൻ കരുതുന്നത് എല്ലാവർക്കും തമിഴൊക്കെ മനസ്സിലാവുന്നതാണ്. ലളിതമായ ഭാഷയിലാണ് സംസാരിച്ചത്. മനസ്സിലായിട്ടുണ്ടാവുന്നത് ആരും തിരിഞ്ഞു നോക്കാത്ത സ്ഥലങ്ങൾ, ആരും ശ്രദ്ധിക്കപ്പെടാത്ത ഇടങ്ങളിൽ, ആർക്കും വേണ്ടാത്ത പാർശ്വവൽക്കരിക്കപ്പെടുന്ന, ഒഴിവാക്കപ്പെടുന്ന, നീക്കി നിർത്തപ്പെടുന്ന, ആരാലും കാണാത്ത ആളുകളെ കണ്ടുപിടിച്ച് അവരുടെ ജീവിതം ഉയർത്തിക്കൊണ്ടുവരിക. നമുക്ക് ഒരാളെ മതം മാറ്റുന്നതല്ല അതിനപ്പുറമായിട്ട് അവരെ നമ്മളെ പോലെ ആളായി കണ്ട് അവരെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന് മാത്രമാണ് NMSI ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നാഷണൽ മിഷണറി സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾ വളരെ ഡീപ് റൂട്ടഡ് ആയിട്ടാണ്. അങ്ങനെ പുറമേ കാണുന്ന ഒരു വലിയ സംഭവത്തിൽ ഇങ്ങനെ കാണിച്ച്, അതുകൊണ്ടാണ് വലിയ വലിയ ചാനലുകളിലും വലിയ വലിയ പരിപാടികളിലൊക്കെ ഈ പുറമേ കാണിക്കുന്ന സംഭവങ്ങളുള്ളൂ, ഈ ഉള്ളിലേക്ക് പോകുന്ന കാര്യങ്ങളില്ല. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് ഈ പറഞ്ഞ സ്ഥലങ്ങൾ, നമുക്കെല്ലാം ഈ സ്ഥലങ്ങളൊക്കെ പോയി സന്ദർശിക്കാൻ അവസരമുണ്ട്. അവരത് പറഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും അങ്ങനെ തോന്നുമെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ, മിഷണറി പ്രവർത്തനങ്ങളൊക്കെ അങ്ങനെ ആവണം. പലപ്പോഴും നമ്മുടെ മിഷണറി പ്രവർത്തനങ്ങൾ നമ്മുടെ പള്ളിയിൽ മാത്രം ഒതുങ്ങി പോകുന്ന ഒരു സാഹചര്യമാണ്. ഞാൻ ഉൾപ്പെടുന്ന സംഭവം അപ്പോൾ ഞങ്ങൾ ഈ അടുത്ത ഞങ്ങളുടെ പള്ളിയായിട്ട് അട്ടപ്പാടി സന്ദർശിക്കുന്നുണ്ട്. അപ്പോൾ ഊരകത്ത് നിന്ന് അട്ടപ്പാടിയിലേക്ക് ഒരു 80-100 കിലോമീറ്റർ ഉണ്ട്. പക്ഷെ എൻ്റെ പള്ളിയിൽ നിന്ന് മുന്നിലുള്ള ഒരാളുണ്ട് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ മിഷണറി പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ എത്ര ആളുകൾ ഇങ്ങനെ മിഷണറി പ്രവർത്തനങ്ങളുണ്ട് അത് അറിയുന്നുണ്ടെന്ന് തോന്നിയതാണ്. അപ്പം NMSI സമൂഹമായി അസോസിയേറ്റ് ചെയ്ത സമൂഹങ്ങളുമായി അസോസിയേറ്റ് ചെയ്തെന്ന പ്രവർത്തിക്കുന്നത് വേറിട്ട് നല്ല പ്രവർത്തിക്കുന്നത് എല്ലാ പ്രാദേശികമായ സമൂഹങ്ങളോട് ചേർന്നുകൊണ്ട് NMSI പ്രവർത്തിച്ചിരിക്കുന്നത്. അത് ദേശീയ സഭയാണ് അതിൽ ഏറ്റവും കൂടുതലായിട്ട് അസോസിയേറ്റ് ചെയ്തത്. CSI, CNI, മക്രോമ സമൂഹങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ അസോസിയേറ്റ് പ്രവർത്തിക്കുന്നത് CSI, CNI ചേർന്നുള്ള പ്രവർത്തിക്കുന്നത്. ലൂയിസ് തോമസ്, കണ്ണൂർ സെൻറ് ജോൺസ് സഭമാണ്. വയലിനിസ്റ്റാണ്. SDB നൊട്ടേഷനൊക്കെ പഠിച്ചിട്ടുണ്ട്. ജഡ്ജ് പാനൽ പല സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള ജോലികളിലൊക്കെ പങ്കെടുത്ത് പരിചയപ്പെടുന്നതാണ്. അത് നമസ്കാരം സാർ. സാറും ഇതുപോലെ എറണാകുളം ചർച്ചിലെ അംഗമാണ്. പാസ്റ്റേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി, സഭാ സെക്രട്ടറിയും ഒക്കെ ആണെന്ന് നേരത്തെ പരിചയപ്പെടുത്തി. ഇതുപോലെയുള്ള ജഡ്ജ്മെൻറ്റ് പാനൽ ഒരുപാട് ക്രിസ്തീയ സംഗീത മത്സരത്തിലും മറ്റ് മത്സരങ്ങളിലും ജഡ്ജ് ചെയ്യാനായിട്ട് പോയിട്ട് പരിചയസമ്പന്നനായാണ് വ്യക്തിത്വം. ഞാൻ ഡോക്ടർ ജെഫ്രി കണ്ണൂരിൽ നിന്നാണ്. കണ്ണൂർ ഫിലിക്സ് സഭാംഗമാണ്. പരിചയപ്പെടുത്തുമ്പോൾ മറ്റൊന്നും ഫ്രാങ്ക്ലിൻ പറഞ്ഞിട്ടില്ല എന്നുള്ളത് ആരോടും അറിയുകയുണ്ടായി. ക്ലോർജോദർശിൻ്റെ അനുജനാണ്. നെക്സ്റ്റ് വെച്ച് ഓർഗൻ പ്ലേ 30 വർഷമായിട്ട് ഓർഗൻ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നു. SATB വോക്കൽ, സെൽഫ് സിംഗിങ്, മാസ്റ്റർ പ്രവർത്തിക്കുന്നു. ഇതുപോലെയുള്ള ജഡ്ജ്മെൻറ്റ് പാനൽ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. അങ്ങനെ ക്രിസ്തീയ സംഗീത വിഭാഗത്തിൽ മാത്രം മുൻതൂക്കം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഞാൻ പ്രൊഫഷണലായിട്ട് ഒരു ഡെന്റിസ്റ്റാണ്. BDS കഴിഞ്ഞ് ക്ലിനിക്കൽ പ്രാക്ടീസ് ചെയ്യുന്നു. സ്വന്തമായിട്ട് പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്യുന്നു. ആകാംക്ഷയോട് കാത്തിരിക്കുന്ന പ്രസവത്തിനെ കുറിച്ച് പറയാം. നമുക്ക് 3 ജഡ്ജസിനും ജഡ്ജ് ചെയ്യാൻ മാത്രമുള്ള പാർട്ടിസിപ്പൻസ് ഇല്ല എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. അവർ 2 പാർട്ടിസിപ്പൻസ് മാത്രം, 2 ഗ്രൂപ്പ് മാത്രം പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഈ ഒരു മത്സരരംഗത്ത്
ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം വളരെ നന്നായിട്ട് പാടുന്ന രണ്ട് ടീമും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു. പിന്നെ 2 ഗാനങ്ങളാണ് നമ്മളോട് പാടാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒന്ന് ഒരു 4 പാർട്സ് ഹാർമണി ആയിട്ടുള്ള ഒരു മ്യൂസിക് സോങ്, അത് ഇംഗ്ലീഷ് സോങ്, പിന്നെ ഒരു മലയാളം സോങ് പാടാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് 2 ടീമും മലയാളം സോങ് വളരെ നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് 4 പാർട്സ് ഹാർമണിയുടെ കാര്യത്തിൽ 102ാമത്തെ 2ാമത് പാടിയ അതിൻ്റെ ഹാർമണി ഒട്ടും ചേർന്നില്ല എന്നത് സങ്കടകരമായ, കേൾവിക്ക് സങ്കടകരമായ കാര്യമായിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു സ്തുതിയെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. കീബോർഡ് പ്ലേയിങ്ങിലും അത് കാണാനുണ്ടായിരുന്നു. അതുകൊണ്ട് നിരുത്സാഹപ്പെടുത്തുകയല്ല, നമ്മൾ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തണമെന്ന് പറയാനാണ് അത് സൂചിപ്പിച്ചത്. അതുകൊണ്ട് 2 ടീം ഉള്ളൂ, 3 പ്രൈസ് ഉണ്ടെന്ന് നേരത്തെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് 1ഉം 2ഉം സ്ഥാനങ്ങൾ 101-ന് 1ാം സ്ഥാനവും 102-ന് 2ാം സ്ഥാനവുമുണ്ട്. താങ്ക് യു. പ്രഫുൽ, ലൂയിസ് സർ, ജെഫ്രി സർ, അബ്രഹാം സൈമൺ സർ എന്നിവർക്ക് NMSAയിൽ ലഭിക്കുന്ന എൻ്റെ പ്രത്യേക നന്ദി കടപ്പാട് അറിയിക്കുന്നു. അതുപോലെ ഈ സംഘടന കടന്നു വന്ന എല്ലാ സഭകളിലെ അംഗങ്ങൾക്ക് ചില സാഹചര്യങ്ങൾ കൊണ്ട് ഈ വർഷം 2 ടീമുകളുടെ പരിമിതിയിലേക്ക് കടന്നു പോയെങ്കിലും തീർച്ചയായും വരുന്ന മുന്നോട്ട് പോയത്. ഞാൻ തൃശ്ശൂരായതുകൊണ്ട് തന്നെ പിന്നെ ക്രിസ്മസ് സമയമായതുകൊണ്ട് എന്നെ ഒരു കാര്യത്തിനും എനിക്ക് കിട്ടില്ല ഇപ്പോഴത്തെ സാഹചര്യം. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഈ സെക്രട്ടറി തന്നെ പാലക്കാട് ഏരിയ കമ്മിറ്റിയുടെ പേരിലും കൂടി നന്ദി അറിയിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ വിജയികളായവർക്ക് മൊമെൻറ്റോ നൽകുന്നതാണ്. NMSA ജനറൽ സെക്രട്ടറി ഹിന്ദി ജിബാസ് മുമ്പോട്ട് വന്ന് വിജയികളായവർക്ക് മൊമെൻറ്റോയും അതുപോലെ ക്യാഷ് പ്രൈസ് 1, 2 സ്ഥാനം നേടിയവർക്ക് മൊമെൻറ്റോയും ക്യാഷ് അവാർഡും നൽകുന്നതാണ്. അതിനായിട്ട് അച്ഛനെ ക്ഷണിച്ചു കൊടുക്കുന്നു. വിജയികളായവരുടെ 2ാം സ്ഥാനക്കാരെ അവരെ ആദ്യം ക്ഷണിക്കുന്നു. 2ാം സ്ഥാനം ടീം അംഗങ്ങൾ കടന്നു വരിക, അവരുടെ മൊമെൻറ്റോയും അവരുടെ ക്യാഷ് അവാർഡും നൽകുന്നതാണ്. അതിനായിട്ട് അച്ഛനെ ക്ഷണിച്ചു കൊടുക്കുന്നു. സൈലൻ്റ് നൈറ്റ് അതിനുശേഷം സൈലൻ്റ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് നല്ല ഗാനം 2 ടീമുകൾ ചേർന്ന് നമുക്ക് എല്ലാവർക്കും ചേർന്ന് പാടാവുന്നതാണ്. ശേഷം പ്രാർത്ഥിച്ച് ആശ്രമം വന്നതായിട്ട് അവസാനിക്കുക.
വിശ്വാസങ്ങളുടെ കർത്താവിൻ്റെ ആശീർവാദത്തെ നമ്മുടെ കർത്താവാകുന്ന യേശുമിശിഹായുടെ കൃപയും കരുണയും ശക്തിയും സമാധാനവും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. താങ്ക് യു.